Voice of Marketing, in touch with positive people. പുതിയ പ്രോഡക്റ്റ് എങ്ങനെ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എങ്ങനെ അത് വിൽക്കാം. നമ്മുടെ കേരളം പ്രത്യേകിച്ചൊരു പുതിയ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളൊക്കെ ആയിട്ട് പുതിയ മാനുഫാക്ചേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റിൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ആ ഡിസ്ട്രിക്റ്റിനെ നമ്മൾ ഒരു നാളായിട്ട് പാർട്ട് ചെയ്യുക. ഓരോ ഏരിയയിലും ഓരോ നല്ല ഡീലറെ, ഒരു ബെസ്റ്റ് ഡീലറെ നമ്മൾ അനലൈസ് ചെയ്യണം, പഠിക്കണം, മാർക്കറ്റിൽ നിന്ന് പഠിക്കണം. എങ്ങനെ ഒരു ബെസ്റ്റ് ഡീലറെ കണ്ടെത്താൻ പറ്റും? അയാൾ വലിപ്പിക്കാതെ നമുക്ക് കൃത്യമായിട്ട് പേയ്മെൻറ്റ് തരുന്ന ആളാണോ, അത് മറ്റുള്ള എക്സിക്യൂട്ടീവിനും മറ്റുള്ള ടീമിനോടും ചോദിച്ച ശേഷം നല്ല ഡീലേഴ്സിനെ, ഒരു 5-6 ഡീലേഴ്സിനെ കണ്ടെത്തിയാൽ മതി. ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ, ഒരു പുതിയ പ്രോഡക്റ്റായിട്ട് നിങ്ങൾ സമീപിക്കുമ്പോൾ പൈസ തരുന്ന ആളായാൽ മതി. ഒരു മെഗാ ഡീലർ ആകണമെന്ന് നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല. ഓരോ സ്ഥലങ്ങളിലും ഓരോ ഗ്രാമപ്രദേശങ്ങളിലും പാർക്കിംഗ് ഏരിയകളൊക്കെ ഉള്ള വലിയ പാർട്ടികളുണ്ട്. അവരെ കണ്ടെത്തി ബിൽഡപ്പ് ചെയ്താൽ മതി. നല്ല പാർട്ടികൾക്ക് ആദ്യം പ്രോഡക്റ്റ് കൊടുത്താൽ മതി. ചെറിയ ഡീലേഴ്സിനെ കുറച്ച് പേരെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു മാസം നമ്മൾ ശ്രമിച്ചാൽ കുറച്ച് നല്ല ഡീലേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കമ്പനിയിലേക്ക് എൻക്വയറി വരാൻ തുടങ്ങും. അത് വിളിക്കുന്നത് ആരായിരിക്കും? ഡിസ്ട്രിബ്യൂട്ടർ വിളിക്കും. ഇങ്ങനെ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ട്. ഇത് എങ്ങനെയാണ് എൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ, ഞങ്ങളുടെ ഡിസ്കൗണ്ട് സ്ട്രക്ചർ എത്രയാണ്? അവരാദ്യം ചോദിക്കുന്നത് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറയേണ്ടത് ആർക്കും കൊടുത്തിട്ടില്ല, താങ്കൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എങ്കിൽ ഞാൻ നേരിട്ട് വരാം, അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിയിലേക്ക് നേരിട്ട് വരൂ. അപ്പോയിൻമെൻ്റ് എടുക്കുക. നിങ്ങൾ അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് പോയി കാണുക, ഇങ്ങോട്ട് വരാനുള്ള ഫീസിബിലിറ്റി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക, ഡീൽ ചെയ്യുമ്പോൾ അയാളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, റെഗുലറായിട്ട് ഓരോ ഡീലേഴ്സിനെയും വിസിറ്റ് ചെയ്ത് പ്രോഡക്റ്റ് കൊടുക്കുന്നയാളാണോ, അയാൾക്ക് സ്വന്തമായിട്ട് 4 വീലർ ഉള്ള ആളാണോ, വെഹിക്കിൾ ഉള്ള ആളാണോ, ട്രാവലിങ്ങിന് വേണ്ടി വണ്ടി ഓടിക്കുന്ന വണ്ടി സൗകര്യമൊക്കെ ഉണ്ട് സപ്ലൈ ചെയ്യുന്നതിന് വണ്ടി കാര്യങ്ങളൊക്കെ ഉള്ള ആളാണോ എന്നൊക്കെ ജസ്റ്റ് നോക്കുക. അധികം വലിയ കൊമ്പത്തുള്ള ഡിസ്ട്രിബ്യൂട്ടർ ഒന്നും പിടിക്കണ്ട. ഒരുവിധം മര്യാദയ്ക്ക് കൊണ്ടുപോയി പ്രോഡക്റ്റ് കൊടുത്ത് കാശ് മേടിച്ച് നമുക്ക് തരാൻ കഴിവുള്ള ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ ആദ്യം അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുക. നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മറ്റുള്ള ആൾക്കാർ ഇതിന് പരസ്യമൊന്നുമില്ല നമ്മുടെ പ്രോഡക്റ്റ്. ആദ്യം നമുക്ക് ഒരു പുതിയ പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് TV പരസ്യം കൊടുക്കാനൊന്നും പറ്റില്ല. എന്തൊക്കെ രീതിയിൽ ആ പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെറിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എടുത്ത് ചെയ്യാൻ തുടങ്ങും നിങ്ങളുടെ പ്രോഡക്റ്റ്. അത് കഴിഞ്ഞ് ഇത് അറിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇത് മാർക്കറ്റിൽ നിങ്ങൾ നല്ല ക്വാളിറ്റിയാണ് കൊടുക്കുന്നതെങ്കിൽ, നല്ല പ്രൈസിങ്ങിനാണ് കൊടുക്കുന്നതെങ്കിൽ, ആഫ്റ്റർ സർവീസ് ബെറ്റർ ആണെങ്കിൽ, പ്രോബ്ലം വന്നാൽ കൃത്യമായിട്ട് മാറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും ഡെഫിനറ്റായിട്ടും നിങ്ങൾ എഴുതി വെച്ചോ നിങ്ങളുടെ പ്രോഡക്റ്റ് വിജയിച്ചിരിക്കും. സിൻസിയറായിട്ട് വർക്ക് ചെയ്താൽ എവിടെയാണ് റിസൾട്ട് കിട്ടാത്തത് ഒന്ന് പറഞ്ഞേ ചങ്ങാതി വരെ, ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. നിങ്ങൾ മാർക്കറ്റിൽ സിൻസിയർ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിരിക്കും. അങ്ങനെ നിങ്ങൾ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നിങ്ങളുടെ പ്രോഡക്റ്റിനെ തേടി വരും. അങ്ങനെ നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോഴും ജീവിതത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി നടക്കണമെന്ന്. ഇങ്ങനെ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്തവരെ, നമ്മളെ ഹെൽപ്പ് ചെയ്തവരെ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പ്രോഡക്റ്റായിട്ട് വന്നപ്പോൾ അവരാണ് എനിക്ക് ആദ്യമായിട്ട് ഓർഡർ തന്ന് എന്നെ സപ്പോർട്ട് ചെയ്തത്. അല്ലെങ്കിൽ വയ്ക്കോ ഒരു 50 എണ്ണം ഞാൻ വിറ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ, അങ്ങനെ അതൊരു എത്തിക്സിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ളവരെ നമ്മളിങ്ങനെ ചേർത്ത് നിർത്തണം നമ്മുടെ കമ്പനിയിൽ. അത് ഒരു മാന്യതയാണ്. അതാണ് ജീവിതത്തിൻ്റെ മാനുഷികത എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ കുറച്ചൊക്കെ മാനുഷിക മൂല്യങ്ങൾ നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തി എല്ലാവരുമായിട്ട് അങ്ങനെ ഒരു നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്തിട്ട് ആ കമ്പനി ഡെവലപ്പ് ചെയ്ത് പോകും. ഓൾ ദ ബെസ്റ്റ്.